അപ്പോൾ ഗൈസ് ഇന്നൊരു ഹാഫ് ഡേ സ്റ്റഡി ബ്ലോഗാണ്. ഉച്ചയ്ക്കാണ് തുടങ്ങുന്നത്. രാവിലെ വലിയൊരു ക്ഷീണമായിരുന്നു. രാവിലെ നല്ല ക്ഷീണമായിരുന്നു, എന്താണെന്നറിയില്ല. അപ്പോൾ ഈ ദിവസങ്ങളിലായിട്ട് അടുപ്പിച്ച് നല്ല ക്ഷീണമാണ്. എന്താ അറിയില്ല. സ്കൂളിലുള്ള എക്സാമിൻ്റെ ടൈമിലൊക്കെ ഞാൻ എത്രയോ നേരത്തെ എണീറ്റിരുന്നു. ഇപ്പോൾ എണീക്കാനേ കഴിയുന്നില്ല. അപ്പോൾ ഇന്നൊക്കെ 6 മണിക്ക് എണീറ്റിട്ട് വ്ളോഗിങ് തുടങ്ങണം വിചാരിച്ചിരുന്നു. അപ്പോൾ തന്നെ എന്തോ പനിയാണോ എന്നറിയില്ല, ചൂടൊക്കെ ഉണ്ട്, ക്ഷീണമായിട്ട് ഇപ്പോൾ ഉച്ചയ്ക്ക് എടുത്താണ്. രാവിലെ ഒന്നും അധികം പഠിക്കാൻ കഴിഞ്ഞില്ല, അതിനോണ്ട് എടുക്കാൻ. അപ്പോൾ ഇനി ഉച്ച മുതൽ രാത്രി വരെയുള്ള സ്റ്റഡി വ്ളോഗാണ്. ഇപ്പോൾ നമ്മൾ ഇന്നാണ് ഓർഗാനിക് കെമിസ്ട്രീൻ്റെ നെയിമിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ തുടങ്ങാൻ പോകുന്നത്. അടിപൊളി ചാപ്റ്ററാണെന്ന് തോന്നുന്നു. ഓർഗാനിക് കെമിസ്ട്രി ബ്രില്യൻറ്റിൽ അടിപൊളിയാണെന്നാണ് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ കണ്ടത്. വെറുതെ നോക്കിയിരുന്നു, അപ്പോൾ അടിപൊളിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അത് തുടങ്ങാൻ പോകണം, ഓർഗാനിക് കെമിസ്ട്രി ഫസ്റ്റ് പാർട്ട്. അങ്ങനെ ടൈം ടേബിൾ ഷെഡ്യൂളൊന്നും ഉണ്ടാക്കിയില്ല, നേരെ അങ്ങ് തുടങ്ങാൻ പോവാണ്. ആദ്യം ഓർഗാനിക് കെമിസ്ട്രി, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് അപ്പോൾ തീരുമാനിക്കും. ഇപ്പോൾ തുടങ്ങാൻ പോകട്ടോ. ഞാൻ പറഞ്ഞതിൽ ചെറിയ തെറ്റുണ്ടെന്നാണ് തോന്നുന്നു. ഓർഗാനിക് നെയിമിംഗ് ചാപ്റ്റർ അല്ല, ഓർഗാനിക് നെയിമിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലൊരു ഭാഗമാണ്. അതാ ഫസ്റ്റ് പാർട്ടാണ്. 2 മണിക്കൂർ 3 മിനിറ്റ് ഉണ്ട്. ഇപ്പോൾ തുടങ്ങാൻ പോവാണ്. അതിന് മുന്നേ ആർക്കെങ്കിലും അറിയാണെന്ന് പറയണം, ഈ ലാപ്ടോപ്പ് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ തുറക്കുമ്പോണ്ടോ അതിൻ്റെ ഉള്ളിൽ നിറച്ചും കട്ടുറുമ്പ് വരുന്നു. ഇത് എന്ത് തിന്നാനാണെന്നൊന്നും എനിക്കറിയില്ല. അത് ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ പറയണം. ഇത് നിറച്ചും കട്ടുറുമ്പ്. അതപ്പോൾ അതാ പോകണം. എത്ര എണ്ണത്തിനെ പിടിച്ചെറിഞ്ഞാലും പിന്നെയും വരും. ഇതാണ് അവസ്ഥ. ഇപ്പോൾ തുടങ്ങാൻ പോവാണ്. ഇപ്പോൾ ഗൈസ് 4:05 ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞു. 2 മണിക്കൂർ അപ്രോക്സിമേറ്റ്ലി കഴിഞ്ഞു. അതിൽ നമ്മളിപ്പോൾ കുറേ നീറ്റ് ഇങ്ങനെ നടക്കണൊക്കെ കാണാം. അതിപ്പോൾ അനിയത്തി ഇങ്ങോട്ട് നീറ്റിന്, അത് താഴത്ത് ഇങ്ങനെ അധികം നിൽക്കുന്നില്ല, ഇങ്ങോട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ എത്തിയിട്ട് അതിങ്ങനെ നീറ്റ് നടക്കുമ്പോൾ ചെറിയ സീനാണ്, ഇങ്ങോട്ട് വീക്കാനായി. അതിനോണ്ടാണ് ഞാൻ തലാനൊക്കെ വെച്ച്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതിനങ്ങനെ നോക്കുമ്പോൾ ടൈം പോവുകയാണ്. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ പെൻഡിങ് കുറേ നേരം എഴുതാതെ നിൽക്കണൊക്കെ കാണാം. പിന്നെ പേപ്പറൊക്കെ മറിഞ്ഞ് കളിക്കണതാണ്. അപ്പോൾ അനിയത്തിന് താഴത്തൊക്കെ കൊണ്ടുപോയി ആക്കി കൊടുക്കാൻ പോയതാണ്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ 58 മിനിറ്റും കൂടി ഉള്ളൂ. അപ്പോൾ 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുകയാണ്. നല്ല മനസ്സിലുണ്ട്. ഓർഗാനിക് കെമിസ്ട്രി അത്യാവശ്യം പറഞ്ഞാൽ യൂട്യൂബ് പറഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. എനിക്കിപ്പോൾ കുറച്ച് ഡൗട്ട്സൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ എഴുതിച്ചിരുന്നു. ഇതവിടെ കാണാം ഡൗട്ടൊക്കെ, അത് ഞാൻ എഴുതിച്ചിരുന്നു. പക്ഷേ ആ ഡൗട്ട് അപ്പം തന്നെ സാറ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ സാർ തന്നെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞ്, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് സമാധാനമായി. ഇല്ലെങ്കിൽ ഇപ്പോൾ സാറെ വിളിച്ച് ചോദിക്കണം. ആ ഒരു ചടപ്പാണ് എനിക്ക്. ഡൗട്ട് ചോദിക്കുന്ന പണ്ടേ ഇതാണ്. അപ്പോൾ ബ്രേക്കാണ്. അപ്പോൾ ഗൈസ് 10 മിനിറ്റ് പറഞ്ഞിട്ട് ഒരു 13 മിനിറ്റ് ആയിന്. ഇപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവാണ്. ഇനി അടുപ്പിച്ച് ഒരു 2 മണിക്കൂർ എന്നറിയാൻ കഴിയില്ല. അതിൻ്റെ ഇടയിൽ ബ്രേക്കൊക്കെ എടുക്കും. പക്ഷേ ഹൈപ്പർ ലാബ്സ് കണ്ടിന്യൂസ് ആയി 2 മണിക്കൂർ വെക്കാൻ പോവാണ്. അതുകൊണ്ട് പെട്ടെന്ന് നല്ല സ്പീഡിൽ ടൈം പോവും ഹൈപ്പർ ലാബ്സിൽ നിൽക്കുന്നതുകൊണ്ട്. അത് ഹൈപ്പർ ലാബ്സിൽ നിൽക്കുന്നതുകൊണ്ട് വീഡിയോൻ്റെ ടൈം സ്പീഡ് പോകുമെന്ന് പറഞ്ഞ്, അല്ലാതെ കാണുമ്പോൾ സാധാരണ പോലെ തന്നെ. അപ്പോൾ ഇനിയിപ്പോൾ ആദ്യം ഇവിടെ ഹൈപ്പർ ലാബ്സിൽ വെക്കും, പിന്നെ ബാക്കിൽ വെക്കും. ഇപ്പോൾ തുടങ്ങി.
അപ്പോൾ ഗൈസ് 6:05 ക്ലാസ്സൊക്കെ കഴിഞ്ഞ് 2 മണിക്കൂറിൻ്റെ ഓർഗാനിക് നോട്ടൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മനസ്സിലായിരുന്നു. ഇനി ഒന്ന് റിവൈസും കൂടി ചെയ്യണം. ഇന്ന് രാത്രി ചെയ്യേണ്ടി വരും. ഇപ്പോൾ ടൈമില്ല. ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് ഉണ്ട് എക്സ്ട്രാ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. കാണിച്ചാൽ ടോർച്ചടിച്ചിട്ട് അവിടെ ഫുൾ അലങ്കോലമായി കിടക്കുകയാണ്. ഫുൾ അലങ്കോലാണ്. ഇത് വൃത്തിയാക്കണം. ഇവിടെ വൃത്തിയാക്കുക അറിയില്ല, ഇവിടെ ഫുള്ള് വൃത്തിയാക്കണം. അപ്പം ഇനി വൃത്തിയാക്കിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് റൂമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെയും വൃത്തിയാക്കിന്. ഇതാണിപ്പോൾ വൃത്തിയാക്കി സെറ്റപ്പ്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം. ഇപ്പോൾ 7:20 6:15 തുടങ്ങി. 6 മണിക്ക് തുടങ്ങിയാണ്. പക്ഷേ അവിടെ കുറച്ച് ടൈം പോയി കിട്ടി. അപ്പോൾ 6 മണിക്ക് തുടങ്ങിയാണ്. അപ്പോൾ ടൈമൊക്കെ പോയി കിട്ടി. എന്താ അറിയില്ല, ടൈമൊക്കെ പറക്കുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഇനി തുടങ്ങാൻ പോവാണ് പഠിക്കാൻ. ഇത് ലോസ് ഓഫ് മോഷൻ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഗൈസ് ക്ലാസ് കാണാൻ തുടങ്ങാൻ പോവാണ്. അതിന് മുന്നേ നമ്മൾ ഈ വീഡിയോസിൽ ഇനി പുതിയൊരു കാര്യം കൊണ്ടുവരികയാണ്. ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ എന്ന് പറഞ്ഞിട്ട്. അതിൽ ഗിഫ്റ്റൊന്നും ഉണ്ടാവില്ല, എന്നാലും 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിന് 2നും കറക്റ്റ് പറഞ്ഞവർക്ക് ആർക്കാണ് കൂടുതൽ ലൈക്കുള്ളത് അവർ നമ്മൾ അടുത്ത വീഡിയോയിൽ പേര് പറയുന്നതായിരിക്കും. വേറെ ഒന്നുമില്ല, ഗിഫ്റ്റൊന്നുമില്ല കേട്ടോ. ഗിഫ്റ്റൊക്കെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് അപ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ചെറിയ ക്വസ്റ്റ്യനാണ്. കെമിസ്ട്രിയിലെ IUPAC നെയിം കണ്ടെത്താനാണ് ഇതിൻ്റെ. ഇത് സ്ക്രീൻ വേണമെങ്കിൽ പോസ് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തന്നെ ഫേവറേറ്റ് ചാപ്റ്റർ ഇൻ കെമിസ്ട്രിയാണ്. ഇത് രണ്ടും ഇടുക. അതിലേറ്റവും കൂടുതൽ ലൈക്കുള്ളവരെ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. നമ്മളല്ല ഞാൻ. അപ്പോൾ ഇനി നമ്മൾ തുടങ്ങാൻ പോവാണ്. ലോസ് ഓഫ് മോഷനിലെ ലാസ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. 1 മണിക്കൂർ 42 മിനിറ്റ് ഉണ്ട്. അപ്പോൾ അത് കാണാൻ തുടങ്ങാൻ പോവാണ്. നേരെ ഇനി ഒരു 8:30 വരെ 8:30 8:45 വരെ 2 കണ്ടിന്യൂസ് ആയി പഠിക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ് 8:45 ഇപ്പോൾ ചോറുണ്ണാൻ പോവാണ്. ഒരു അരമണിക്കൂർ ബ്രേക്ക്. 9:15 തുടങ്ങും. ഇപ്പോൾ ഇത് ഇത്രയൊന്നും കണ്ടില്ല. 46 മിനിറ്റ് കണ്ടിട്ടുള്ളൂ. ബാക്കി കുറേ ക്വസ്റ്റ്യൻസാണ്. അത് കഴിഞ്ഞിട്ടാണ് കാറിൻ്റെ നോക്കുന്നത്. ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നോക്കുന്നില്ല. മറ്റേ കാറിൽ ലെവൽ റോഡ് അത് നോക്കുന്നത്. അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ കഴിയും. ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നോക്കണമെന്ന് അറിയില്ല, ആലോചിക്കണം. അപ്പോൾ ബ്രേക്കാണ്. 8:15 കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇനി കാണാൻ പോവാണ്. ബാക്കിയുള്ള ഇനിയൊരു ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ചെയ്യില്ല. ക്വസ്റ്റ്യൻസിനായിട്ട് വേറൊരു ദിവസം കണ്ടെത്തണം. അന്ന് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ വേറെ ഒന്നിൽ എഴുതാനും കഴിയില്ല. ആകെ ഡൗട്ടാവും. അതിനോട് ഇപ്പോൾ പഠിക്കാൻ പോവാം. അപ്പോൾ ഗൈസ് 10 മണി ആയിട്ടുണ്ട്. 10 മണി ആയപ്പോൾ തന്നെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ റിവിഷൻ ചെയ്യണോ അല്ലെങ്കിൽ വേറെ ക്ലാസ് കാണണോ എന്നുള്ള ചിന്തയിലാണ്. ആലോചിക്കട്ടെ. അപ്പോൾ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ക്ലാസ് കാണാനാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് കാണുന്നത്. ഞാൻ ഇന്നലെ കണ്ടുവച്ചിരുന്നു കുറേ. എനിക്ക് എന്തൊക്കെയോ കാരണവശാൽ കാണാൻ കഴിഞ്ഞില്ല. 54 മിനിറ്റ് കണ്ടിട്ടുണ്ട്. ഇനി കാണാണ്ട് 1 മണിക്കൂറും 11 മിനിറ്റും. മൊത്തം കാണാൻ കഴിയില്ല എന്ന് ഉറപ്പാണ്. കാണാൻ കഴിയുന്നത്രയും കണ്ടിട്ട് ബാക്കിയുള്ള ടൈമിൽ റിവിഷൻ ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തുടങ്ങുകയാണ്. അപ്പോൾ ഗൈസ് 12:15 ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇങ്ങനെ കണ്ടിട്ടൊരു 11:30 നിർത്താൻ വിചാരിച്ചിരുന്നു. കണ്ടപ്പോൾ കണ്ടിരുന്നു പോയി 11:45 വരെ. അത് കഴിഞ്ഞിട്ട് ഇത്തിരി വരെ യൂട്യൂബ് നോക്കി. അതാ പോകുന്ന ടൈം 12:15. എന്താ നടക്കുന്നത്? ഇപ്പം നമ്മൾ ഇനി റിവൈസ് ചെയ്യാൻ പോവാണ്. ഒരു 1/4 മണിക്കൂറിനോട് റിവൈസ് ചെയ്തില്ല. കഴിയുന്നത്ര റിവൈസ് ചെയ്യട്ടെ.
നേരത്തെ ഹൈപ്പർ ലാബ്സിൽ വെച്ചില്ലായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫോണിലാണ് കണ്ട്. ലാപ്ടോപ്പ് അവിടെ മാറ്റി വെച്ചിന്. ഇപ്പം ഇനി റിവൈസ് ചെയ്യാൻ പോകുന്നു. കെമിസ്ട്രി ഓർഗാനിക് മാത്രമേ റിവൈസ് ചെയ്യുന്നുള്ളൂ. അത് റിവൈസ് ചെയ്തില്ലെങ്കിൽ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് റിവൈസ് ചെയ്യാൻ പോകും. അപ്പോൾ ഗൈസ് കറക്റ്റ് 12:30 ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഓർഗാനിക് കെമിസ്ട്രി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റിവൈസ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്നും കഴിഞ്ഞില്ലെങ്കിലും എല്ലാം ഇപ്പോൾ ചെയ്ത് പഠിക്കുകയോ ഇതൊക്കെ അത്യാവശ്യമൊക്കെ ഇങ്ങനെ റിവൈസ് ചെയ്തിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നമ്മളുള്ള വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഇന്നൊരു ഹാഫ് ഡേ സ്റ്റഡി ബ്ലോഗായിരുന്നു. ഹാഫ് ഡേ എന്നൊന്നും പറഞ്ഞ് അതുതന്നെ ആഫ്റ്റർനൂൺ സ്റ്റഡി ബ്ലോഗ്, ഉച്ചയ്ക്ക് ശേഷമുള്ള സ്റ്റഡി ബ്ലോഗായിരുന്നു. രാവിലെ ഒരു 7 മണിക്ക് തുടങ്ങാമെന്ന് വിചാരിച്ചിരുന്നു. 6 മണിക്കൊക്കെ എനിക്ക് കഴിഞ്ഞില്ല, ക്ഷീണമായിപ്പോയി. ഇപ്പോൾ വലിയ കുഴപ്പമില്ല, എന്താ അറിയില്ല. ഇപ്പം ഇന്ന് വീഡിയോ എടുത്ത് നാളെ എണീക്കാൻ കഴിയുമെന്ന് അറിയില്ല. രാവിലെ എണീക്കുമ്പോൾ നല്ല മടിയാണ്. അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇപ്പം ഈ ചൂട് കൊണ്ടൊക്കെ. എനിക്ക് അറിഞ്ഞുകൂടാ. ഇനിയിപ്പോൾ മഴക്കാലം ഒന്ന് അതിനും വലുതാണ്, എണീക്കാനേ കഴിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്തിട്ട് കാര്യമുണ്ടോയെന്ന് എനിക്കറിയില്ല, എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.